ഇനി ദേശീയതലത്തിൽ നിന്നുള്ളൊരു വാർത്തയാണ്. 75 വയസ്സായാൽ നേതാക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കണമെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. നരേന്ദ്രമോദിയെ ഉന്നമിട്ടാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന എന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയും. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുപോലെയുള്ള മുനവർച്ച പരാമർശങ്ങൾ സർസംഘചാലകിൽ നിന്ന് ഉണ്ടായിരുന്നു. ചില ആളുകൾ ദൈവത്തെ പോലെയാണ് എന്ന് സ്വയം കരുതുകയാണ് എന്നൊരു പരാമർശം ഉണ്ടായത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇത് RSS സർസംഘചാലക് ആരുടെയും പേര് പറഞ്ഞ് നടത്തിയ പരാമർശമല്ല. പക്ഷേ ചെന്ന് കൊള്ളുന്നത് നരേന്ദ്രമോദിയിലേക്കാണോ? അതെ, മോദിയിലേക്കാണ് ചെന്ന് കൊള്ളുന്നത്. കാരണം മോദിക്ക് സെപ്റ്റംബർ മാസം 75 വയസ്സ് തികയും. നേരത്തെ തന്നെ പ്രധാനമന്ത്രി ആയ ഘട്ടത്തിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല നേതാക്കളെയും സൈഡിലേക്ക് ഇരുത്തി എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതിൽ പ്രധാനി അദ്വാനിയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ട എന്ന് മോദി നിർദ്ദേശിക്കാനുള്ള കാരണം 75 വയസ്സായി, അദ്വാനിക്ക് 75 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. മോദിക്ക് ഈ വർഷം സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുമ്പോൾ അദ്ദേഹവും ഈ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് RSS സർസംഘചാലക് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മോഹൻ ഭാഗവതിനും ഈ സെപ്റ്റംബർ മാസം തന്നെ 75 വയസ്സ് തികയും. സെപ്റ്റംബർ മാസത്തിൽ മോഹൻ ഭാഗവത് ജനിച്ച് 6 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി മോദി ജനിച്ചത്. പക്ഷേ RSSൽ അങ്ങനെ ഒരു വയസ്സിന്റെ നിയന്ത്രണമില്ല. മോദിയാണ് BJPയിലെ വയസ്സിന്റെ നിയന്ത്രണം പ്രധാനമായി കൊണ്ടുവന്നത്. അതുകൊണ്ട് മോദിക്ക് ഇത് ബാധകമാണ് എന്ന സന്ദേശം മോഹൻ ഭാഗവത് നൽകുകയാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു, മോദി 75 വയസ്സ് തികയുമ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും, അതിനുശേഷം അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് സാധ്യത എന്ന്. അന്ന് അമിത്ഷാ തന്നെ അതിനെ നിരാകരിച്ച് രംഗത്തും വന്നിരുന്നു. എന്തായാലും ആ ചർച്ചകൾക്ക് വീണ്ടും ഒരു സജീവത നൽകുകയാണ് മോഹൻ ഭാഗവത് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ CPMൽ 75 വയസ്സ് പ്രായപരിധി ഉണ്ടെങ്കിലും പിണറായി വിജയൻ അത് ബാധകമല്ല എന്ന് പറയുന്നത് പോലെ BJPയിലെ 75 വയസ്സ് പ്രായപരിധി മിക്കവാറും നരേന്ദ്രമോദിക്ക് ബാധകമാകാൻ സാധ്യതയില്ല. അദ്ദേഹം മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ആരും കാണുന്നുമില്ല. എന്താ ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ഒരു ആരോപണമാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി പദം നരേന്ദ്രമോദി ഒഴിഞ്ഞ് അമിത്ഷാ ആ സ്ഥാനത്തേക്ക് വരുമെന്നാണ്. പക്ഷേ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കുന്ന ആ മേഖലയിലേക്ക് കടക്കാനാണ് തനിക്ക് താല്പര്യമെന്നാണ്. എന്തായാലും നോക്കാം എങ്ങനെയാണ് പ്രതികരണങ്ങൾ വരുന്നത് എന്നൊക്കെ. നമുക്ക്